നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ബൂളിയൻ ആൾജിബ്ര നോക്കാം. അതിൻ്റെ ബേസിക്സും അതിൻ്റെ പ്രോപ്പർട്ടീസുമാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ബൂളിയൻ ആൾജിബ്ര ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ജോർജ് പൂ എന്ന് പറഞ്ഞ മാത്തമാറ്റീഷ്യനാണ്. അത് നമ്മൾ ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് ആദ്യം യൂസ് ചെയ്തത് ക്ലൗഡ് ഷാനോനാണ്. അതിനുശേഷമാണ് നമ്മളതിനെ സ്വിച്ചിങ് ആൾജിബ്ര എന്ന് കൂടി പറയുന്നത്, സ്വിച്ചിങ് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഈ ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്നതിൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് റൂൾസാണ്, നമുക്കൊരു ഗിവൻ ലോജിക് എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാനുള്ള സെറ്റ് ഓഫ് റൂൾസാണ് ബൂളിയൻ ആൾജിബ്രയിലുള്ളത്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഫംഗ്ഷനാലിറ്റി പക്ഷേ ചേഞ്ച് ചെയ്യാനും പാടില്ല. അപ്പോൾ നമുക്കത് ഈ ബൈനറി നമ്പേഴ്സിൽ നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബൂളിയൻ ആൾജിബ്ര യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഡിജിറ്റൽ ഗേറ്റ്സും സർക്യൂട്ട്സും ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ബൂളിയൻ ആൾജിബ്ര യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബൂളിയൻ ആൾജിബ്രയ്ക്കുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുകയാണെങ്കിൽ അത് കുറച്ച് വേരിയബിൾസിലെ കേസിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഫോർ മാക്സിമം നമുക്കൊരു 4 വേരിയബിൾസ് വരെ. അതിൽ കൂടുതലാകുമ്പോൾ നമുക്കത് ബൂളിയൻ ആൾജിബ്ര ലോസ് അപ്ലൈ ചെയ്യാനൊക്കെ കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും. ഹയർ മോർ ദാൻ 4 വേരിയബിൾസ് വരുന്ന കേസിൽ നമ്മൾ യൂഷ്വലി മാപ്പിംഗ് ടെക്നിക്സാണ് യൂസ് ചെയ്യുന്നത്. 4 വേരിയബിൾസ് വരെയുള്ള കേസിൽ നമ്മൾ ബൂളിയൻ ആൾജിബ്ര യൂസ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഓപ്പറേഷൻസൊക്കെ നമ്മൾ വേരിയബിൾസിലാണ് പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ വേരിയബിൾസ് നമ്മൾ യൂഷ്വലി ആൽഫബറ്റ്സ് വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വാല്യൂസ് ഓഫ് വേരിയബിൾസ് നമുക്ക് ബൂളിയനിൽ ഒരു ലോജിക്കാണല്ലോ നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് യൂഷ്വലി ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കേസിൽ നമുക്ക് ട്രൂ എന്ന് പറയുന്നതിന് 1 എന്നോ അല്ലെങ്കിൽ നമ്മുടെ ലോജിക്ക് അനുസരിച്ച് ട്രൂ എന്ന് യൂഷ്വലി നമ്മൾ ട്രൂ എന്നതിന് 1 എന്നോ ഫാൾസ് എന്നതിന് 0 എന്ന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഹൈ ലോ എന്നങ്ങനെ ഏത് രീതിയിൽ നമുക്ക് കൊടുക്കാം. ഈ നെഗറ്റീവ് ലോജിക്കിലാണെങ്കിൽ നമ്മൾ നേരെ തിരിച്ചാണ് വരിക. ട്രൂ എന്നുള്ളതിന് നമ്മൾ 0യും ഫാൾസ് എന്നുള്ളതിന് 1 എന്നും കൊടുക്കും. അപ്പോൾ നമുക്കിതിൽ ബേസിക് ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ആൻഡ്, ഓർ, നോട്ടും ഒക്കെ നമുക്ക് ബൂളിയൻ ആൾജിബ്രയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതിൽ നമുക്ക് ഇനി നോട്ട് ഓരോന്നിൻ്റെ കേസ് നോക്കാം. അപ്പോൾ നോട്ടിൻ്റെ കേസിലാണ് നമ്മൾ എ എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ നോട്ട് ചെയ്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ നമുക്ക് എ ബാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എ പ്രൈം എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. ഇനി നമ്മൾ ഓർ ഗേറ്റ് ആണെങ്കിൽ നമ്മൾ ഓർ ഓപ്പറേഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ എ പ്ലസ് ബി എന്ന് ഡിനോട്ട് ചെയ്യും, എ ഓർ ബി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ലോജിക്കൽ അഡീഷനിൽ നമ്മൾ ചെയ്യുന്ന എന്താണ്? ഓർ ഓപ്പറേഷനാണ് ലോജിക്കൽ അഡീഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ആൻഡിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഡോട്ടാണ് ഓപ്പറേറ്ററായിട്ട് വരുന്നത്. നമ്മുടെ എ ആൻഡ് ബി എന്നുള്ളത് എ ഡോട്ട് ബി ആയിട്ടാണ് എഴുതുക, എ ആൻഡ് ബി എന്ന് വായിക്കും. അപ്പോൾ നമുക്ക് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷനാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നത് നമുക്ക് ആൻഡാണ്. ഇനി നമുക്ക് ഓരോ ഓപ്പറേറ്റേഴ്സിനും ഒരു പ്രിസിഡൻസ് ലെവലുണ്ട്. ഇപ്പോൾ നമുക്ക് ബോർഡ് മാസ് റൂളൊക്കെ പറയുന്നത് പോലെ നമുക്ക് ഒരു ബൂളിയൻ ഒരുപാട് എക്സ്പ്രഷൻസ് എഴുതുന്ന സമയത്ത് ഏതാണ് എക്സ്പ്രഷൻസാണ് ആദ്യം യൂസ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളതിന് പ്രസിഡൻസ് ലെവലുണ്ടായിരിക്കും. അപ്പോൾ പ്രസിഡൻസ് ലെവലുള്ള കൂടുതലുള്ള ഹയർ പ്രയോറിറ്റി ഉള്ളത് നമ്മൾ ഫസ്റ്റ് വാല്യൂറ്റ് ചെയ്യും. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ എക്സ്പ്രഷൻ നമ്മൾ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഹയർ പ്രയോറിറ്റി ഉള്ളതിനെ നമ്മൾ ഫസ്റ്റ് നോക്കും. ഹയർ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ പാരന്തസിസിൽ വരുന്നതിനാണ് ഏറ്റവും മോസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. അതിനുശേഷം നോട്ടിന്, ദെൻ ആൻഡ് ഫോർ, ആൻഡ് ദെൻ ഓർ. അങ്ങനെയാണ് പ്രയോറിറ്റിയുടെ ഓർഡർ വരുന്നത്. ഇനി നമുക്ക് ബൂളിയൻ ആൾജിബ്രയുടെ ലോസ് ആണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ലോയ്ക്കും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള പേരും അതിൻ്റെ എക്സ്പ്രഷൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് നമ്മുടെ ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളിൽ നിന്നും ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളിൽ നിന്നും നമുക്ക് കുറച്ച് ലോസ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയാണ് ഡയറക്റ്റായിട്ട് നമുക്ക് എഴുതുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഓർ ഗേറ്റിൻ്റെ കേസ് എടുത്തിട്ടുണ്ട്. ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ എഴുതിയിട്ട് നമുക്കറിയാം ഓറിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാൽ തന്നെ ഔട്ട്പുട്ട് ഹൈ ആവും. രണ്ടും 0 വരുന്ന കേസിൽ മാത്രമാണ് എന്ത് ഓറിന് 0 എന്നുള്ള ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ കേസിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഈ കേസിൽ ഫസ്റ്റത്തെ കേസ് എടുക്കുമ്പോൾ നമുക്ക് 2 ഇൻപുട്ടും സെയിം ആണ്. അതേപോലെ ലാസ്റ്റ് കേസിൽ നമുക്ക് 2 ഇൻപുട്ടും സെയിം ആണ്. ഈ 2 ഇൻപുട്ടും സെയിം ആവുന്ന കേസിൽ നമുക്ക് ഔട്ട്പുട്ട് വരുന്നതും എന്ത് തന്നെയാണ്? നമ്മൾ കൊടുത്ത ഇൻപുട്ടിന് അതേ വാല്യൂ തന്നെയാണ്. ഇവിടെ നമുക്ക് വരുന്നത് അങ്ങനെ തന്നെയാണ്, നമ്മൾ കൊടുത്ത അതേ വാല്യൂ തന്നെയാണ് വരുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം? 2 ഇൻപുട്ടും സെയിം ആണെങ്കിൽ എ പ്ലസ് എ ആണെങ്കിൽ ഔട്ട്പുട്ടിലും എന്ത് തന്നെയായിരിക്കും? എ തന്നെയായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ ആണ് ജസ്റ്റ് പറഞ്ഞത് 0 + 0 എന്താണ്? 0 പ്ലസ് എന്നല്ല, 0 ഓർ 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 0 തന്നെ കിട്ടും. ഇനി 1 ഓർ 1 ആണെങ്കിൽ നമുക്ക് എന്ത് തന്നെ കിട്ടുന്നത്? 1 തന്നെ കിട്ടുന്നത്. അതാണ് ഫസ്റ്റ് കേസ്. നമുക്ക് നെക്സ്റ്റ് കേസ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് കേസിൽ നമുക്ക് ഈ കേസിൽ നമുക്ക് എ എന്ന് പറയുന്നത് 0 ആണ്. നെക്സ്റ്റ് അടുത്ത ഇൻപുട്ട് വരുന്നത് എയുടെ കോംപ്ലിമെൻ്റ് ആണ്. അതേപോലെ ഈ കേസിൽ നമുക്ക് എ എന്ന് പറയുന്നത് 1 ആണ്. അടുത്ത ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് എയുടെ കോംപ്ലിമെൻ്റ് ആണ്. അതായത് ഒരു ഇൻപുട്ടും അതിൻ്റെ കോംപ്ലിമെൻ്റാണ് അടുത്ത ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടുന്നത്? 1 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് ഫിക്സ് ചെയ്ത് കിട്ടുകയാണ് അല്ലേ? അതായത് എ എന്ന് പറഞ്ഞ ഇൻപുട്ടും നെക്സ്റ്റ് ഇൻപുട്ട് ബി എന്നിവിടെ ഡിനോട്ട് ചെയ്തു, പക്ഷേ നമ്മൾ കൊടുക്കുന്ന എ ബാർ തന്നെയാണ്. അപ്പോൾ എ ബാർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 എന്ന് ഫിക്സ്ഡ് ആയിരിക്കും. കാരണം 0യും 1ഉം വന്നാൽ ഓർ ഗേറ്റിൽ എന്താണ്? ഓർ ഗേറ്റിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാൽ തന്നെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. സോ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? എ ഓർ എ ബാർ, അതായത് ഒരു ഇൻപുട്ടും അതിൻ്റെ നെഗേറ്റ് ചെയ്ത ഇൻപുട്ടും കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഇൻപുട്ടും കൂടി കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് എപ്പോഴും 1ൽ ഫിക്സ്ഡ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ ഇൻപുട്ട് ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. ഈ കേസിൽ നമുക്ക് ഒരു ഇൻപുട്ട് 1ൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇൻപുട്ട് 1ൽ ഫിക്സ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് അടുത്ത ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം 0 ആവുന്നുണ്ട്, പിന്നെ അത് രണ്ടും വേരി ചെയ്യുന്നുണ്ട്. നമുക്ക് 0 1 ആയി. പക്ഷേ ഈ ഔട്ട്പുട്ട് ഒരു ഇൻപുട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഇൻപുട്ട് നമ്മൾ 0യും 1 ആയിട്ട് വേരി ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് രണ്ടും ഫിക്സഡ് ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? നമുക്ക് എ പ്ലസ് എ എന്ന് പറയുന്നതിന് നമുക്ക് 0യും 1ഉം വാല്യൂ വന്നു.
നെക്സ്റ്റ് ഇൻപുട്ട് നമുക്ക് 1 ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്താ കിട്ടുന്നത്? 1 തന്നെയാണ് കിട്ടുന്നത്. അതായത് ഓറുമായിട്ട് ഇനിയിപ്പോൾ 1 ഇപ്പോൾ എ എന്ന് പറയുന്നതിന് 1 ആണ് വാല്യൂ എങ്കിലും എ എന്ന് പറയുന്നത് 0 ആണ് വാല്യൂ എങ്കിലും ഓർ ഏതെങ്കിലും ഒരെണ്ണം ഒരു ഇൻപുട്ട് 1 ആയാൽ തന്നെ ഓറിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് 0 വരുന്ന കേസ് നോക്കാം. ഒരു ഇൻപുട്ട് 0യിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഇൻപുട്ട് നമ്മൾ 0യും 1ഉം വേരി ചെയ്തിട്ട് 2 ഇൻപുട്ടും വേരി ചെയ്ത സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് ഔട്ട്പുട്ട് 0 ആണ് കിട്ടുന്നത്, സെക്കൻഡ് കേസിൽ ഔട്ട്പുട്ട് 1 ആണ് കിട്ടുന്നത്. അതായത് ഔട്ട്പുട്ടും എന്തായിട്ടുണ്ട്? വേരി ചെയ്തിട്ടുണ്ട്. അതായത് ഇൻപുട്ട് എ എന്ന് പറയുന്ന ഇൻപുട്ട് എങ്ങനെയാണോ വേരി ചെയ്യുന്നത് അതുപോലെ തന്നെ ഔട്ട്പുട്ട് നമുക്ക് വേരി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഒരു ഇൻപുട്ട് 0യിൽ ഫിക്സ് ചെയ്തു. എ പ്ലസ് 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? എ തന്നെയായിരിക്കും. കാരണം എ 1 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്തായിട്ട് വരും? 1 ആയിട്ട് വരും. എ 0 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരും? 0 വരും. അപ്പോൾ എക്ക് അനുസരിച്ചിട്ട് വരും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓർ ഗേറ്റിൽ നിന്ന് വരുന്ന ലോസ്. ഇതൊക്കെ നമ്മൾ ഇനി ഓരോ പേരുകളിലായിട്ട് വേറെ അതിൽ പഠിക്കും. പക്ഷേ നമുക്ക് ട്രൂത്ത് ടേബിളിൽ ജസ്റ്റ് ഒന്ന് എഴുതി എന്നുള്ളൂ. അപ്പം ഇത് നമുക്ക് തന്നെ ഓറിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ കിട്ടുന്നതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് ആൻഡിൻ്റെ കേസ് നോക്കാം. ആൻഡിൻ്റെ കേസിൽ ഫസ്റ്റ് കേസ് നമ്മൾ നേരത്തെ പോലെ തന്നെ നമ്മൾ 2 ഇൻപുട്ടും സെയിം ആവുന്ന കേസ് ചെക്ക് ചെയ്യുന്നു. ഫസ്റ്റ് നമുക്ക് എക്ക് ഇവിടെ 0, 2 ഇൻപുട്ടും സെയിം, ഇവിടെയും 2 ഇൻപുട്ടും സെയിം. 2 ഇൻപുട്ടും സെയിം വരുന്ന കേസിൽ നമുക്ക് എന്താണ്? ഇൻപുട്ട് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം? എ ഡോട്ട് എ എന്ന് പറയുന്നത് എ തന്നെ എഴുതാം. കാരണം 0.0 വന്നാൽ 0 തന്നെ കിട്ടും, 1.1 വന്നാൽ 1 തന്നെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കേസ് എടുക്കാം. നെക്സ്റ്റ് കേസ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻപുട്ട് 0, ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള 1 അടുത്ത ഇൻപുട്ട്, ഒരു ഇൻപുട്ട് 1 അതിൻ്റെ കോംപ്ലിമെൻറ്റ് 0 അടുത്ത ഇൻപുട്ട്. ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്താണ്? ഔട്ട്പുട്ട് 0 ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കണം. അതായത് ഒരു ഇൻപുട്ടും അതിൻ്റെ കോംപ്ലിമെൻറ്റുമായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ഫിക്സ്ഡ് ആയിരിക്കും. കാരണം ആൻഡിൻ്റെ കേസിൽ ഏതെങ്കിലും ഒന്ന് 0 ആയാൽ തന്നെ ഔട്ട്പുട്ട് 0 ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ഔട്ട്പുട്ട് 1ൽ ഫിക്സ് ചെയ്ത് വെച്ച കേസുണ്ട്. ഈ കേസിൽ ഒരു ഇൻപുട്ട് 1ൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് വരുന്ന ഫസ്റ്റ് ഒരു ഇൻപുട്ട് നമ്മൾ വേരി ചെയ്തു, 0യും 1 വേരി ചെയ്തു. ഒരു ഇൻപുട്ട് നമ്മൾ 1ൽ ഫിക്സ് ചെയ്ത് വെച്ചു. ആ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് ഈ കൊടുക്കുന്ന എ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത ഇൻപുട്ട് എന്താണോ അത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ എ ഡോട്ട് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? എ തന്നെയാണ് കിട്ടുക. 1 ആണെങ്കിൽ കൂടി നമുക്ക് എ 0 ആണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. സോ എനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആൻഡിൻ്റെ കേസിൽ. ഇനി നമുക്ക് ലാസ്റ്റ് കേസ് നോക്കാം. നമുക്ക് ഒരു ഇൻപുട്ട് നമ്മൾ 0യിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. അടുത്ത ഇൻപുട്ട് നമ്മൾ 0യും 1ഉമായിട്ട് വേരി ചെയ്യുന്നു. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മുടെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് ഫിക്സ്ഡ് ആയിട്ടുള്ള 0 ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതായത് ആൻഡ് ഗേറ്റിൽ 0 എവിടെ വന്നോ അതോടുകൂടി നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇത്ര നമ്മൾ ഗേറ്റ്സിൽ നിന്ന് ട്രൂത്ത് ടേബിളിൽ നിന്ന് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളിൽ നിന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ ഇനി ഓരോ ലോ ആയിട്ട് വരുന്നു. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് അന്യൂൾമെൻറ്റ് അല്ലെങ്കിൽ ലോ അല്ലെങ്കിൽ ഡൊമിനൻസ് ലോ എന്ന് പറയും. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ അന്യൂളിയാണ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല, മറ്റേ നമ്മുടെ ഓൾറെഡി ഉള്ള ഫിക്സഡ് സിഗ്നലാണ് അതിൽ ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കും. അത് നമ്മുടെ ഒരു ഇൻപുട്ട് 0യുമായിട്ട് ആൻഡ് ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ടിൽ 0 ആണ് കിട്ടുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇൻപുട്ട് നമ്മൾ 1ഉമായിട്ട് ഓർ ചെയ്താൽ നമുക്ക് 1 ആണ് കിട്ടുക. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് അവിടെ ഡൊമിനൻ്റ് അല്ല, നമ്മൾ ഓൾറെഡി അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന 0 ആണ് കൊടുക്കുന്നതെങ്കിൽ 0 ആണ് ഡൊമിനൻ്റ് ആയിട്ട് വരുന്നത്, 1 ആണ് കൂടെ കൊടുക്കുന്നതെങ്കിൽ 1 ആണ് അവിടെ ഡൊമിനൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഐഡൻറ്റിറ്റി ലോ നമുക്ക് നമ്മുടെ വേരിയബിൾ അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്ന കണ്ടീഷനാണ്. അതായത് നമുക്ക് നമ്മുടെ ഇൻപുട്ട് 0യുമായിട്ട് ഓർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ്? എ തന്നെ കിട്ടും. നമ്മൾ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ എയുമായിട്ട് നമ്മുടെ ഇൻപുട്ട് അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്ന കണ്ടീഷൻ. അതുമാതിരി ഇനി ആൻഡ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? 1ഉമായിട്ടാണ് ആൻഡ് ചെയ്താലേ നമുക്ക് ഇൻപുട്ട് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഐറ്റം പൊട്ടൻറ്റ് ലോ ആണ്. അതും വേരിയബിൾ അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്ന കണ്ടീഷൻ. അത് നമ്മൾ അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കാൻ നമ്മൾ 2 ഇൻപുട്ട്സ് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ ഓർ ഗേറ്റിലേക്ക് 2ഉം എ തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 0 തന്നെ കൊടുക്കുകയാണെങ്കിൽ 0 കിട്ടും. 1 തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 1 കിട്ടും. ഇനി ആൻഡ് ഗേറ്റിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ 0.0 എന്ന് പറഞ്ഞാൽ 0 തന്നെ കിട്ടും. 1.1 എന്ന് വെച്ചാൽ 1 തന്നെ കിട്ടും. അതാണ് ഐഡൻറ്റിറ്റി ലോ. വേരിയബിൾ റിമെയിൻസ് അൺചേഞ്ച്ഡ്. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് കോംപ്ലിമെൻറ്റ് ലോ. കോംപ്ലിമെൻറ്റ് ഇസ് ആഡ് വേരിയബിൾ ഇറ്റ് ഗിവ്സ് 1. അതായത് നമ്മൾ ഒരു വേരിയബിളിലേക്ക് അതിൻ്റെ കോംപ്ലിമെൻറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഓർ ഗേറ്റിൻ്റെ കേസിലാണെങ്കിൽ നമുക്കത് 1 തരും. കാരണം 1+0 അല്ലെങ്കിൽ 0+1 നമുക്ക് 1 ഉണ്ട്. 1 ഉണ്ടായി ഔട്ട്പുട്ട് എങ്ങനെയായാലും 1 ആയിരിക്കും. പക്ഷേ ആൻഡ് ഗേറ്റിൻ്റെ കേസിൽ നമുക്കത് 0 ആണ് കിട്ടുക. കാരണം 1.0 അല്ലെങ്കിൽ 0.1 ഏതായാലും നമുക്ക് ഔട്ട്പുട്ടിൽ 0 ആണ് വരിക, കോംപ്ലിമെൻറ്റ് ചെയ്ത് വരും. നെക്സ്റ്റ് വരുന്ന ഡബിൾ നെഗേഷനിലോ അല്ലെങ്കിൽ ഇൻവല്യൂഷനിലോ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കൊടുത്ത് തന്നെ നമുക്ക് ഇൻപുട്ടിൽ എന്താണ് അപ്ലൈ ചെയ്താൽ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ഇൻവല്യൂഷൻ എന്ന് പറയാം. 2 നെഗേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ 2 നോട്ട് ഗേറ്റ് നമ്മൾ അപ്ലൈ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ് സംഭവിക്കുക? നമ്മൾ കൊടുത്ത ഇൻപുട്ട് തന്നെ നമുക്ക് കിട്ടുകയാണ് ചെയ്യാം. അപ്പോൾ 2 നെഗേഷൻസ് ആണ് നമുക്ക് വേരിയബിൾ അത് തന്നെയായിട്ട് റിമെയിൻ ചെയ്യും. ഇപ്പോൾ ഡബിൾ പ്രൈം കൊടുത്തിട്ടുണ്ട്. ഡബിൾ പ്രൈം എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. അപ്പോൾ ഡബിൾ പ്രൈമിന് നമുക്ക് ഡബിൾ ബാർ എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യാം. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ
എ തന്നെയാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുക, ഡബിൾ നെഗേഷനിലോ അല്ലെങ്കിൽ ഇൻവല്യൂഷനിലോ. നെക്സ്റ്റ് നമുക്ക് വരുന്ന കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ പറയുന്നത് നമ്മൾ ഓർ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിലും ആൻഡ് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഓർഡർ ഇറസ്പെക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് ഓർഡർ മാറ്റർ ചെയ്യുന്നില്ല, നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് എ ഓർ ബിയും ബി ഓർ എയും സെയിം ആണ്. അതുപോലെ തന്നെ എ ആൻഡ് ബി ചെയ്താലും ബി ആൻഡ് എ ചെയ്താലും സെയിം തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് അസോസിയേറ്റീവ് ലോ ആണ്. അസോസിയേറ്റീവ് ലോയിൽ നമുക്ക് പറയുന്നത് ഓർഡർ ഇമ്പോർട്ടൻസ് ഇല്ലെന്നാണ്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ലോയുടെ കേസ് നമുക്ക് നോക്കാം. നമ്മൾ ബി ഓർ സി ചെയ്തതിന് ശേഷം അത് എയുമായിട്ട് ഓർ ചെയ്യുകയാണെങ്കിലും എ ഓർ ബി ചെയ്തതിന് ശേഷം അത് സിയുമായിട്ട് ഓർ ചെയ്യുകയാണെങ്കിലും നമുക്ക് സെയിം റിസൾട്ടാണ് കിട്ടുക. അതേപോലെ തന്നെ ബിയും സിയും ആൻഡ് ചെയ്തതിന് ശേഷം അത് എയുമായിട്ട് ആൻഡ് ചെയ്യുകയാണെങ്കിലും എയും ബിയും ആൻഡ് ചെയ്തതിന് ശേഷം അത് സിയുമായിട്ട് ആൻഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് സെയിം തന്നെയാണ് കിട്ടുക. ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ലെന്നാണ് ഈ ലോയും പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ലോ ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അപ്പോൾ നമ്മളിത് ബ്രാക്കറ്റ്സിൻ്റെ ഓപ്പണിംഗ് ഓഫ് ബ്രാക്കറ്റ്സ് ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലോയുടെ എക്സ്പ്രഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എ ഡോട്ട് ബി പ്ലസ് സി എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ ഡോട്ട് ബി എന്നുള്ള ഫസ്റ്റ് സെക്ഷൻ എ ഡോട്ട് ബി പ്ലസ് നെക്സ്റ്റ് നമുക്ക് എ ഡോട്ട് സി എന്നുള്ള സെക്ഷൻ എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി എന്ന് എഴുതാം. അതേപോലെ തന്നെ എ പ്ലസ് ബി ഡോട്ട് സി എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഈ ഡോട്ട് ഇവിടെയുള്ള ഓപ്പറേറ്റർ അതേപോലെ തന്നെ നമ്മൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് എ പ്ലസ് സി എന്ന് എഴുതാം. അതിന് നമുക്കിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇതിൽ പ്രശ്നമൊന്നും തോന്നുന്നില്ല. പക്ഷേ നമുക്കിതൊരു സിംപ്ലിഫിക്കേഷൻ വരുന്ന കേസിൽ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമുക്ക് ചിലപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അത് നമുക്കൊരു അങ്ങനെ വരുന്ന ഒരു കേസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു വലിയൊരു എക്സ്പ്രഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുന്ന കേസിൽ നമുക്കൊരു പക്ഷേ ലാസ്റ്റ് കിട്ടുന്ന എക്സ്പ്രഷൻ ഇങ്ങനെയായിരിക്കും. അപ്പോൾ അത് നമ്മൾ വിചാരിക്കും ഇനി അങ്ങോട്ട് ഫർദർ പോകാനില്ല. പക്ഷേ ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയുടെ വേറൊരു മോഡലാണത്. ഇപ്പോൾ ഇതിൽ കേസ് നമുക്ക് നോക്കാം. എ പ്ലസ് എ ബാർ ബി അല്ലെങ്കിൽ എ പ്രൈം ബി എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് എ പ്രൈം ഡോട്ട് ബി തന്നെയാണത്. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്കിതിനെ ശരിക്കും ഇതൊരു ഡിസ്ട്രിബ്യൂട്ടീവ് ലോയുടെ ഫോമിൽ തന്നെയാണ്. എയും എ ബാറുമാണെന്നേ ഉള്ളൂ. എയ്ക്കും നമ്മുടെ ഇവിടുത്തെ കേസിൽ ഇപ്പോൾ എയ്ക്കും ഈ ഒരു കേസിൽ എയ്ക്കും ബിക്കും പകരം നമുക്ക് എന്താണെന്നേ ഉള്ളൂ, എയും എ ബാറുമാണെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? എ പ്ലസ് എ ബാർ ബി എന്നുള്ളതിന് നമുക്ക് എ പ്ലസ് എ ബാർ ഡോട്ട് എ പ്ലസ് ബി എന്ന് എഴുതാം. നമുക്ക് എ പ്ലസ് എ ബാർ ഡോട്ട് എ പ്ലസ് ബി എന്നുള്ളതിനെ നമുക്ക് എഴുതുന്ന സമയത്ത് എ പ്ലസ് എ ബാർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഒരു ഇൻപുട്ടും അതിൻ്റെ കോംപ്ലിമെൻറ്റും കൂടി കൊടുത്ത് കഴിഞ്ഞാൽ ഓർ ഗേറ്റിൽ നമുക്ക് എപ്പോഴും എന്താ ഔട്ട്പുട്ട് കിട്ടുള്ളൂ? 1 നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. സോ 1 ഡോട്ട് എ പ്ലസ് ബി എന്ന് എഴുതാം. 1 ഡോട്ട് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, 1ഉമായിട്ട് ആൻഡ് ചെയ്താൽ നമുക്ക് എന്താണ്, നമ്മൾ ഇൻപുട്ട് ആൻഡ് ചെയ്യുന്ന ആളാരോ അത് തന്നെയാണ് നമുക്ക് കിട്ടുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. സോ അപ്പോൾ നമ്മൾ വിചാരിക്കും എൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് എക്സ്പ്രഷൻ ഇതാണെന്ന്. പക്ഷേ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് കിട്ടുക എ പ്ലസ് ബി ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതേപോലെ നമുക്ക് തിരിച്ചും വരാം. എ പ്രൈം പ്ലസ് എ ബി എന്നുള്ളൊരു കണ്ടീഷനും വരാം. അങ്ങനെ വരുന്ന കേസിൽ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് അബ്സോർപ്ഷൻ ലോ. അതായത് ഈ കേസിൽ നമുക്ക് സിമിലർ ആയിട്ട് വരുന്ന വേരിയബിൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് നോക്കാം. എ ഡോട്ട് എ പ്ലസ് ബി എന്ന് പറയുന്നത് എക്ക് ഇക്വലൻ്റ് ആണ്. അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അതാണ് ലോ പറയുന്നത്. ലോയുടെ എക്സ്പ്രഷൻ ഇതാണ്. എ ഡോട്ട് എ പ്ലസ് ബി എന്ന് പറയുന്നത് എ ആണ്. അത് അതേപോലെ തന്നെ നമ്മൾ ഞാനൊരു സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എന്താണ്, ആൻഡ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഓർ ചെയ്യുന്നു, ഓർ വരുന്ന സ്ഥലത്ത് നമ്മൾ ആൻഡും ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. നമുക്ക് എ ഡോട്ട് എ പ്ലസ് ബി എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, എ പ്ലസ് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ആണ് നമുക്ക് കിട്ടുന്നത്. എങ്ങനെയാണ് കിട്ടുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എ ഡോട്ട് എ പ്ലസ് ബി നമ്മൾ എഴുതി. എ ഡോട്ട് എ പ്ലസ് ബി എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? എ ഡോട്ട് എ പ്ലസ് എ ഡോട്ട് ബി എന്ന് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് എഴുതാം. എ ഡോട്ട് എ പ്ലസ് എ ഡോട്ട് ബി. എ ഡോട്ട് എ എന്താണെന്ന് നമുക്കറിയാം. എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ അതെന്താണ്, എ തന്നെയാണ്. സോ എ ഡോട്ട് എ ഈസ് ഈക്വൽ ടു എ പ്ലസ് അടുത്ത ടേം എന്താണ്, എ ഡോട്ട് ബി. അത് അതുപോലെ തന്നെ നമ്മൾ എഴുതി. എ പ്ലസ് എ ഡോട്ട് ബി എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി നമുക്ക് എ എന്ന് പറഞ്ഞാൽ നമ്മൾ സിംപ്ലി മീനിങ് എന്താ, നമ്മൾ ഏതൊരു നമ്പർ പറഞ്ഞാൽ ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്, എക്സ് ഇൻറ്റു 1. അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, എ ഡോട്ട് 1 എഴുതാം. കാരണം ആൻഡോട് ചെയ്ത് കഴിഞ്ഞാൽ എ ആണ് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. സോ നമുക്ക് എ എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം, എ ഡോട്ട് 1 എന്നുള്ളത് എഴുതാം. എ ഡോട്ട് 1 പ്ലസ് എ ഡോട്ട് ബി എന്നുള്ളത് നമുക്ക് എന്തെടുക്കാം, എ എന്ന് പറഞ്ഞത് നമുക്ക് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എ ഡോട്ട് 1 പ്ലസ് ബി എന്ന് എഴുതാമല്ലോ. ബാക്കി 1 പ്ലസ് ബി ആണല്ലോ റിമെയിൻ ചെയ്യുന്നത്. എ ഡോട്ട് 1 പ്ലസ് ബി എന്നത്. ഇനി 1 പ്ലസ് ബി എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം. ഓർ ഗേറ്റിൽ 1ഉമായിട്ട് പ്ലസ് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഔട്ട്പുട്ടിൽ എന്തായിരിക്കും, 1 തന്നെയായിരിക്കും. സോ നമുക്ക് എന്ത് എഴുതാം, എ ഡോട്ട് 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ റിസൾട്ട് നമുക്ക് എന്ത് തന്നെ കിട്ടും, എ കിട്ടും. അതേപോലെ തിരിച്ചിതും ചെയ്ത് നോക്കിയാൽ നമുക്ക് അത് തന്നെ കിട്ടും. സോ അതാണ് അബ്സോർപ്ഷൻ ലോ പറയുന്നത്. അപ്പോൾ ലോ ഓർത്ത് വെക്കുക. നമുക്ക് എപ്പോഴും ഇത് ഫുള്ളായിട്ട് ചെയ്ത് നോക്കാൻ കഴിയുണ്ടാവില്ല. എ ഡോട്ട് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എ. ഒരെണ്ണം ഓർത്താൽ മതി. എന്നിട്ട് നമുക്ക് ഓർ വരുന്ന സ്ഥലത്ത് ആൻഡ് ചെയ്യുക, ആൻഡ് വരുന്ന സ്ഥലത്ത് ഓർ ചെയ്യുക. അത്രയേ ഉള്ളൂ. നമുക്കതിൻ്റെ ട്രൂത്ത് ടേബിളും കൂടി ഒന്ന് വരുന്ന നോക്കാം, വെരിഫൈ ചെയ്യാം കറക്റ്റ് ആണല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എയും ബിയും എഴുതിയിട്ടുണ്ട്. 2 ഇൻപുട്ടിൻ്റെ കേസിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ എ പ്ലസ് ബി എഴുതി. ഇനി എ ഡോട്ട് എ പ്ലസ് ബിയും എഴുതി. അപ്പോൾ നമുക്ക് എഴുതുന്ന സമയത്ത് മനസ്സിലായി എ ഡോട്ട് എ പ്ലസ് ബി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്, എയുടെ വാല്യൂസ് തന്നെ നമുക്ക് കിട്ടിയിരുന്നത് 0011 0011 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കറക്റ്റാണ്. നോക്കി നമുക്ക് നെക്സ്റ്റ് കേസ് നോക്കാം. എ പ്ലസ് എ ബി ഈക്വൽ ടു എ എന്നുള്ളത് നമ്മൾ എ എഴുതി, ബി എഴുതി, എ ഡോട്ട് ബി എഴുതി,
പിന്നെ എ പ്ലസ് എ ബി എന്നുള്ളത് എഴുതി. എ പ്ലസ് എ ബി ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടുന്നത്, എ തന്നെയാണ് കിട്ടുന്നത്. സോ രണ്ടും നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണത് ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ കുറച്ച് വലുതാണ്, പക്ഷേ നമുക്ക് എക്സ്പ്രഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഒരു ആൻഡ് ഓർ കൺവേർഷൻ വരുന്ന പ്ലേസിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഡിമോർഗൻസ് ലോ. നമ്മൾ യൂണിവേഴ്സൽ കേസ് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആൻഡ് ഓർ കൺവേർഷൻ വരുന്ന കേസ് പ്ലേസിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം ജസ്റ്റ് ഒന്ന് പറയാം നമുക്ക്. കോംപ്ലിമെൻറ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് ഓൾ ടേംസ്. കോംപ്ലിമെൻറ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് നമ്മുടെ ടേംസിൻ്റെ എല്ലാത്തിനും കൂടി പ്രൊഡക്റ്റ് എടുക്കുക, അതിൻ്റെ ഹോൾ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതും നമ്മുടെ ഓരോ ടേമിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നതും ഈക്വലാണ്. ഇസ് ദ സം ഓഫ് കോംപ്ലിമെൻറ്റ് ഓഫ് ഈച്ച് ടേം. അതായത് ദ പ്രൊഡക്റ്റ് ഓഫ് ഓൾ ടേംസ്, ഇവിടുത്തെ കേസിൽ നമ്മൾ എയും ബിയാണ് രണ്ട് ടേംസ്, ആ രണ്ട് ടേംസിൻ്റെയും കൂടി പ്രൊഡക്റ്റ് നമ്മൾ എടുത്തു, എന്നിട്ട് അതിൻ്റെ കോംപ്ലിമെൻറ്റ് നമ്മൾ കണ്ടു, അതാണ് പ്രൈം എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഇതിലത്തെ ഓരോ ടേംസിനെയും എനെയും ബിനെയും ഇൻഡിവിജ്വൽ ടേംസ്, ആ ഇൻഡിവിജ്വൽ ടേംസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് കേസായിട്ട് നമുക്ക് വരുന്നതാണ്. ഇതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൻഡൊക്കെ ഓറൊക്കെ ആൻഡും ആക്കാം. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്താണ്, എ ഡോട്ട് ബി പ്രൈം എന്ന് നമുക്ക് എന്നെ എഴുതാം, എ പ്ലസ് ബി പ്രൈം എന്ന് എഴുതാം. അവരുടെ കേസിൽ നമുക്ക് എന്തായിരിക്കും, ഔട്ട്പുട്ടിൽ നമുക്ക് ഓറുള്ളത് ഇവിടെ ഡോട്ടായിട്ട് വരും. എ പ്ലസ് ബി ഹോൾ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ ഡോട്ട് ബി ബാർ എന്നുള്ളതാണ്. ഇത് പറയുന്നത് സം ഓഫ് ഓൾ ടേംസ്, കോംപ്ലിമെൻറ്റ് ഓഫ് ദി സം ഓഫ് ഓൾ ടേംസ് ഇസ് ഈക്വൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് ദി കോംപ്ലിമെൻറ്റ്സ് ഓഫ് ഈച്ച് ടേം. അതായത് നമ്മളൊരു ടേംസിന് നമ്മുടെ വേരിയബിൾസിന് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ആൻഡ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ നോട്ട് ഗേറ്റിലേക്ക് കൊടുക്കുന്നതും നമ്മൾ നോട്ട് ഗേറ്റിൽ കൊടുത്തിട്ട് ഓർ ഗേറ്റിലേക്ക് കൊടുക്കുന്നതും സിമിലറാണ്. അതേപോലെ തന്നെ നമ്മളൊരു ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമ്മളൊരു നോട്ട് ഗേറ്റ് കൊടുക്കുന്നതും ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് സൈഡിൽ നമ്മൾ നോട്ട് ഗേറ്റ് കൊടുക്കുന്നതും സിമിലർ ആണെന്നാണ് ഡിമോർഗൻസ് ലോയിൽ പറയുന്നത്. അപ്പോൾ ഡിമോർഗൻസ് ലോ നമുക്ക് ഡിറൈവ് ചെയ്ത് വരുന്നത് നമ്മൾ വെൻ ഡയഗ്രം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഡിറൈവ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറും കാര്യങ്ങളും വെച്ചിട്ടാണ്, നമുക്ക് ഡിജിറ്റൽ ആവശ്യമില്ല, എന്നാലും മനസ്സിലാക്കണമെങ്കിൽ നമുക്കിതിൽ പറയുന്നത് കോംപ്ലിമെൻറ്റ് ഓഫ് ദി യൂണിയൻ ഓഫ് ടു സെറ്റ്സ് ഇസ് സെയിം ആസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദെയർ കോംപ്ലിമെൻറ്റ്സ്. കോംപ്ലിമെൻറ്റ് ഓഫ് ദി യൂണിയൻ ഓഫ് ടു സെറ്റ്സ്, യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സെക്ഷനാണ്. ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ പുറത്ത് കിടക്കുന്ന ഏരിയയാണ്, അതിൻ്റെ പുറത്ത് വരുന്ന ഈ ഒരു ഏരിയയാണ് നമുക്ക് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് സെയിം ആസ് ദി ഇൻ്റർസെക്ഷൻ ഓഫ് ദെയർ കോംപ്ലിമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പുറത്ത് കിടക്കുന്ന ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് കേസിൽ കിട്ടിയിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്ന് നോക്കാം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് കോംപ്ലിമെൻറ്റ് ഓഫ് ദി is same as the intersection of their complements. ഫസ്റ്റ് നമുക്ക് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും, എ ഇൻക്ലൂഡ് ചെയ്യാത്ത സെക്ഷൻ, അതായത് ഈ ഒരു സർക്കിളിൻ്റെ പുറത്തുള്ള എല്ലാ സെക്ഷൻസും നമുക്ക് എ കോംപ്ലിമെൻ്റ് ആണ്. അതേപോലെ നമുക്ക് ഇനി ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഏതായിരിക്കും, ഈ ബി എന്ന് പറയുന്ന സർക്കിളിൻ്റെ പുറത്തുള്ള ബാക്കി എല്ലാ സെക്ഷനും അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കാനാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇൻ്റർസെക്ഷൻ വരുമ്പോൾ നമുക്ക് ഏത് ഏരിയ മാത്രമേ അതിലും കോമൺ ആയിട്ടുണ്ടാവുള്ളൂ, ഈ ഏരിയ മാത്രമേ കോമൺ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ രണ്ട് കേസിലും സിമിലർ ആണെന്ന് പറഞ്ഞത്. ഇത് നേരെ റിവേഴ്സ് തന്നെയാണ് നെക്സ്റ്റ് കേസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് വെൻ ഡയഗ്രത്തിൽ ഡിറൈവ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമേ, നമുക്ക് ഡിജിറ്റൽ ഇത് ആവശ്യമില്ല, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൻ്റെ ബൂളിയൻ പ്രോപ്പർട്ടീസ് നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടീസൊക്കെ യൂസ് ചെയ്ത് നമുക്കിതിനെ മിനിമൈസ് ചെയ്യാൻ പഠിക്കാം. ആദ്യം നമുക്ക് ഒരു ബൂളിയൻ ഫംഗ്ഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് അറിയണം, അതിന് നമുക്ക് എങ്ങനെ മിനിമൈസേഷൻ ടെക്നിക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെയാണ് ബൂളിയൻ ലോസിൽ നമുക്ക് വരുന്നത്. ബൂളിയൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. നമുക്ക് ഏത് എക്സാമിനും നമുക്ക് ബൂളിയൻ സെക്ഷൻ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായാലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. നന്നായിട്ട് നോക്കുക. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.